എന്നെ കരുതും ചിറകതിൽ മറയ്ക്കും എൻ്റെ യേശുവരികിലുണ്ട്. എൻ്റെ കാലുകളിടറുന്ന നേരമതിൽ എന്നെ താങ്ങിടും തൻ കരത്താൽ. എന്നെ കരുതും ചിറകതിൽ മറയ്ക്കും എൻ്റെ യേശു അരികിലുണ്ട്. എൻ്റെ കാലുകളിടറുന്ന നേരമതിൽ എന്നെ താങ്ങിടും തൻ കരത്താൽ. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ഈശോനാഥൻ നമ്മെ ഓരോരുത്തരെയും ഈ ദിവസം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം ജോബിന്റെ പുസ്തകം 36 അധ്യായത്തിന്റെ 22 തിരുവചനമാണ്. വചനത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിന്റെ ശക്തി എത്ര മഹത്താണ്, അവിടുത്തേക്ക് തുല്യനായ ഗുരു ആരുണ്ട്. ദൈവത്തിന്റെ ശക്തി വലുതാണ് എന്ന് വചനം പഠിപ്പിക്കുക. അതുപോലെ തന്നെ ദൈവത്തെ പോലെ മറ്റൊരു ഗുരുവും നമുക്കില്ല. നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ നമുക്കൊരു ഗുരു ആവശ്യമാണ്. ജീവിതത്തിന്റെ വഴികളിൽ തെറ്റാതിരിക്കുവാൻ, നന്മയുടെ വഴിയിലൂടെ ജീവിക്കുവാൻ, എപ്പോഴും അനുഗ്രഹത്തിന്റെ വഴിയിലൂടെ നയിക്കപ്പെടുവാനായിട്ട് നമ്മെ നയിക്കുവാൻ ഒരു ഗുരുവിനെ നമുക്ക് ആവശ്യമുണ്ട്. അത് ദൈവത്തെക്കാളും ശക്തനായതും ദൈവത്തെക്കാളും നമ്മളെ നേർവഴിയിലൂടെ നയിക്കുവാൻ സാധിക്കുന്നവനുമായ മറ്റൊരു ഗുരുവും ഇല്ല എന്ന് വചനം നമ്മെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ മാർഗദർശിയായി, ജീവിതത്തിന്റെ ഗുരുവായി ഈശോയെ, ദൈവത്തെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും ദൈവത്തിന് മുമ്പിൽ നമ്മൾ ആലോചന നടത്തണം. ഏതൊരു കാര്യം പ്രവർത്തിക്കുന്നതിന് മുമ്പും ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട വഴികളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പും നമ്മുടെ ഗുരുവായ, ശക്തനായ ഏക ഗുരുവായ കർത്താവിന് മുമ്പിൽ ആലോചന ചോദിച്ച്, പ്രാർത്ഥനയിലൂടെ ആലോചന ചോദിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ. അപ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ സർവശക്തനായ നമ്മുടെ ഗുരു ദൈവം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയെ നമ്മുടെ ഗുരുവായി സ്വീകരിക്കാം. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഗുരുവായ ഈശോയുടെ ആലോചന നടത്താം. അതുവഴി ദൈവത്തിന്റെ ശക്തിയും അനുഗ്രഹവും നമ്മളിൽ നിറവേറ്റപ്പെടുകയും ചെയ്യും. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, അവിടുത്തെ കരങ്ങളിലേക്ക് മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരുടെ ജീവിതങ്ങളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇവരുടെ ജീവിതത്തിൽ വലിയ കൃപകൾ നിറയ്ക്കണമേ, അനുഗ്രഹങ്ങൾ വർഷിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി. കർത്താവെ, ജീവിതത്തിൽ അങ്ങയെ ഗുരുവും നാഥനുമായി സ്വീകരിക്കുവാൻ, അതുവഴി ജീവിതത്തിന്റെ ഓരോ നിമിഷവും അങ്ങയോട് ആലോചന നടത്തുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തിലേക്ക് വൻ കൃപകൾ ഒഴുക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.